ഓക്കെ റോഷിപാൽ, രാഷ്ട്രീയം പറയുന്നതിനൊപ്പം തന്നെ വികസനത്തിന് ഇത് എത്രത്തോളം മുതൽക്കൂട്ടാകും എന്നതുകൂടി നമ്മൾ നോക്കണമല്ലോ. 31 കിലോമീറ്റർ ദൂരത്തിൽ 27 സ്റ്റേഷനുകളാണ് അനന്തപുരി മെട്രോയിൽ വിഭാവനം ചെയ്യുന്നത്. ഭാവിയിൽ ആറ്റിങ്ങൽ വരെയും നെയ്യാറ്റിൻകര വരെയും വികസിപ്പിക്കാൻ കഴിയുന്ന രീതിയിലാണ് ഈ പദ്ധതി തുടങ്ങുന്നത് തന്നെ. ഇതാ നോക്കൂ, പാപ്പനംകോട് ടെർമിനൽ സ്റ്റേഷൻ എന്ന് പറയുന്നത് അങ്ങേയറ്റത്തുള്ള പാപ്പനംകോടാണ്. പാപ്പനംകോട് തുടങ്ങി ഈഞ്ചക്കലിൽ അവസാനിക്കുന്ന രീതിയിലാണ്. പാപ്പനംകോട് നിന്ന് കൈമനം, കരമന, തമ്പാനൂർ, സെക്രട്ടേറിയറ്റ്, പാളയം, പ്ലാമൂട്, പട്ടം, മെഡിക്കൽ കോളേജ്, അതിനിടെ മുറിഞ്ഞപാലമുണ്ട്, ഉള്ളൂർ, പോങ്ങുമൂട്, ശ്രീകാര്യം, പാങ്ങപ്പാറ, ഗുരുമന്ദിരം, അങ്ങനെ കാര്യവട്ടം വന്ന് ടെക്നോ പാർക്ക് ഫേസ് 1 ആണ് ഇന്റർചേഞ്ച് സ്റ്റേഷൻ വരിക. അതിനുശേഷം അടുത്ത റൂട്ടിലേക്ക് കയറുന്നു. ടെക്നോ പാർക്ക് ഫേസ് 3 വഴി കുളത്തൂർ, ടെക്നോ പാർക്ക് ഫേസ് 2 വന്ന് ആക്കുളം, കൊച്ചുവേളി, വെൺപാലവട്ടം, ചാക്ക, എയർപോർട്ട്, ഈഞ്ചക്കൽ, അങ്ങനെയാണ് വന്ന് അവസാനിക്കുക. ഈഞ്ചക്കലായിരിക്കും ടെർമിനൽ സ്റ്റേഷൻ. അപ്പോൾ പാപ്പനംകോട് മുതൽ ഈഞ്ചക്കൽ വരെയുള്ള ഈ 2 ടെർമിനൽ സ്റ്റേഷനുകൾ തിരുവനന്തപുരത്ത് സഞ്ചരിച്ചിട്ടുള്ളവർക്കറിയാം എത്രത്തോളം ബുദ്ധിമുട്ടാണ് ഈ ഒരു ഭാഗം കടന്നു കിട്ടുക. അതായത് തമ്പാനൂർ മുതൽ മെഡിക്കൽ കോളേജ് വരെ പോകുന്നതിന്, അല്ലെങ്കിൽ തമ്പാനൂരിൽ നിന്ന് നേരെ ടെക്നോ പാർക്ക് വരെ വരുന്ന ഈ ഒരു റൂട്ട് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ വാഹനങ്ങൾ സഞ്ചരിക്കുന്ന വഴിയാണ്. വലിയ ഗതാഗത കുരുക്കുണ്ടാകുന്ന ഇടമാണ്. അപ്പോൾ ആ ഗതാഗത കുരുക്കിനൊക്കെ ഒരു പരിഹാരമാകുന്ന രീതിയിലായിരിക്കും ടെക്നോ പാർക്കിന്റെ 3 ഫേസുകൾ: വിമാനത്താവളം, തമ്പാനൂർ ബസ് സ്റ്റാൻഡ്, റെയിൽവേ സ്റ്റേഷൻ, സെക്രട്ടേറിയറ്റ്, മെഡിക്കൽ കോളേജ്, പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളെല്ലാം ബന്ധിപ്പിക്കുന്ന രീതിയിലാണ് ആദ്യഘട്ടത്തിൽ തന്നെ അനന്തപുരി മെട്രോ വരുന്നത്. അതുകൊണ്ട് തന്നെ അത് എത്രത്തോളം പ്രധാനപ്പെട്ട ഒരു വികസനമാണ് 27 സ്റ്റേഷനുകളിലൂടെ ഉണ്ടാകുന്നത് എന്നതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. രാഷ്ട്രീയമായിട്ടുള്ള വാദപ്രതിവാദങ്ങൾ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്.